അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശും ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ഒരിക്കൽ കൂടെ തിരുവചനം ഇനി അങ്ങ് മുന്നിൽ തുറന്ന് ഇങ്ങനെ മടിയിൽ വെച്ചാൽ മതി. അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ഇങ്ങോട്ട് നോക്കുക. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ഈ യാത്ര വലിയ വെള്ളിയാഴ്ച നാം ഗദ്ഗദത്തോടെ ഓർമ്മിക്കുന്നതാണ്. ഈ തെക്കുവാതിൽ വഴി ഇറങ്ങി പള്ളിക്കൊരു പ്രദക്ഷിണം നടത്തി വടക്കുവാതിൽ വഴി അകത്ത് കയറുമ്പോൾ നാം അത് സങ്കടപൂർവ്വം ധ്യാനിക്കുന്ന ഒരു യാത്രയാണ്. ക്രൂശിൻ്റെ വഴി. അതൊരു പ്രദക്ഷിണമാണ്. ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? ഇപ്പോൾ ഓശാനയ്ക്ക് പ്രദക്ഷിണം ഇറങ്ങി, എന്നാ ഫീൽ ചെയ്തു? ഒന്നും ഫീൽ ചെയ്തില്ല. ഫീൽ ചെയ്യണം. ഓശാനയ്ക്ക് ഇറങ്ങിയത് എവിടെയാണ്? എതിലേക്കൂടാണ്? അതിലെയാണ്. ഓശാനയ്ക്ക് അതിലേ ഇറങ്ങി. ദുഃഖവെള്ളിയാഴ്ച ഇതിലേ ഇറങ്ങി. ഐപ്നൈനാനച്ചനോട് ചേഞ്ചിന് വേണ്ടിയിട്ടാണോ രണ്ടു വഴി കൂടെ ഇറങ്ങാൻ പറഞ്ഞത്? എത്രയോ കാലമായി നാം ഇറങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥമുണ്ട്. കാലചക്രം ചലിക്കുന്നത് എങ്ങനെയാണ്? കാലത്തിന്റെ ചലനം, ക്ലോക്കിന്റെ ചലനം ഇങ്ങനെയാ, അല്ലേ? ഇങ്ങനെയാണ്. യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ച് രക്ഷാകര സംഭവങ്ങൾ നടത്തിയത് കാലചക്രത്തിനെതിരെയാണ്. സമാധാനമല്ല, വാളത്രേ. ലോകത്തിനെതിരെ സഞ്ചരിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് തൻ്റെ രക്ഷാകര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണങ്ങൾ കാലചക്രത്തിനെതിരെ. ആഴ്ചവട്ടം, ആണ്ടുവട്ടം, മാസവട്ടം, അതെല്ലാം കാലചക്ര. ക്ലോക്ക് ചലിക്കുന്നത് പോലെയാ, ക്ലോക്കിന്റെ സൂചി പോണത് പോലെയാ. അതുകൊണ്ടാണ് നമ്മൾ, എന്നാൽ പ്രദക്ഷിണങ്ങളല്ല ഇതുവഴിയാ, കാലചക്രത്തിനെതിരെ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി, ചുമ്മാ ആ വാതിൽ വഴി ഇറങ്ങി ഈ വാതിൽ വഴി കയറുകയല്ല. എന്നാൽ ദുഃഖവെള്ളിയാഴ്ച ലോകം അവനെ പീഡനങ്ങളിലൂടെ കൊണ്ടുപോയി. ലോകം തൻ്റെ വഴിക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോയി. അതാണ് കാലചക്രത്തിന്റെ ദിശ. ഇതുവഴി ഇറങ്ങി. മനസ്സിലായി ഞാൻ വിചാരിക്കുക. ലോകത്തിന്റെ അനുരൂപമായ ദിശയാണ് ഇത്. അതാണ് ദുഃഖവെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശ് മരണത്തിന് ഏൽപ്പിക്കുക. ലോകം ക്രിസ്തുവിനെ കൊണ്ടുപോയി. എന്നാൽ ഉയർപ്പിൽ നാം പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ ഇതിലല്ല. മരണത്തെ ജയിച്ചവൻ മരണത്തിനെതിരെ, കാലചക്രത്തിനെതിരെ. ഞാൻ ക്രൂശിന്റെ വഴിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിച്ചോണം, പ്രദക്ഷിണം ഇറങ്ങുന്നതിൻ്റെ ആ വാതിൽ വഴി, സൗകര്യമുള്ളൊരു വാതിൽ വഴി കയറി ഇറങ്ങുകയല്ല. വളരെ ആഴമായും ശക്തമായും ധ്യാനിക്കാനുള്ള ഇടപെടലുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രദക്ഷിണം മാത്രം. എന്നാൽ പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണം വരുമ്പോൾ ആനവാതിൽ വഴി, മഹാദിനത്തിൻ്റെ പ്രദക്ഷിണം. ആനവാതിൽ എന്ന് പറഞ്ഞാൽ പ്രധാന വാതിൽ. ഓരോ വാതിലുകൾക്കും, ദേവാലയം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ ഓരോ ഇടങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതിൽ ഓരോ ഇടത്തേക്ക് തിരിയുന്നതിനും പ്രാധാന്യമുണ്ട്. അതിലെ ഓരോ ചലനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പോകട്ടെ, ഇത് ആമുഖമായി പ്രദക്ഷിണ വഴികളിലെ ദിശാബോധം മനസ്സിലുണ്ടാവുക. ക്രൂശിൻ്റെ വഴിയാണ് നമ്മുടെ ഈ രാത്രിയുടെ ധ്യാനം. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ലോകത്തിന് അനുരൂപമായ ക്രൂശിൻ്റെ വഴി ഇറങ്ങും. മറ്റന്നാൾ വെള്ളിയാഴ്ച 4 സ്റ്റേഷൻസ് ഉണ്ട്. എൻ്റെ പുത്ര, നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു? 1, 2, 3, 4. കത്തോലിക്ക പാരമ്പര്യത്തിൽ അത് കുറച്ചുകൂടെ വിശാലമാണ്. കുരിശു ചുമന്നവനെ, കാൽവറി ബലിയായി തീർന്നവനെ. അങ്ങനെ മനോഹരമായ ഇരടികളുള്ള 14 സ്റ്റേഷൻസ് ഓഫ് ദ ക്രോസ് ഉണ്ട്. 14 ക്രൂശിന്റെ ഇടങ്ങൾ. നമ്മളാകട്ടെ സ്ലീബാത്തോളിന്മേൽ താങ്ങി, അറിയാലോ ആ പാട്ട് നമ്മൾ പാടും. മനുഷ്യന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ തമ്പുരാൻ
പീലാത്തോസിന്റെ കൊട്ടാരം മുതൽ കല്ലറ വരെ ഉള്ള യാത്രയാണ് ക്രൂശിന്റെ വഴി, ദ വേ ഓഫ് ക്രോസ് എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കണത്, ജീവിതം ഒരു കുരിശിന്റെ വഴിയാണ്, അല്ലേ? ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9:30 ഇതിലെ ഇറങ്ങിയിട്ട് 9:40 ഇതിലെ കയറുന്നതല്ല, മറിച്ച് ജീവിതം ഒരു കുരിശിന്റെ വഴിയല്ലേ? ഒരു കുഞ്ഞു കരച്ചിലിനും നിതാന്ത നിശബ്ദതയ്ക്കുമിടയ്ക്കുള്ള കുരിശിന്റെ വഴി, ലേബർ റൂമിന്റെ ഇടനാഴിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഒരു കുഞ്ഞു കരച്ചിലിലാണ് ജീവിതം തുടങ്ങിയത്. അവസാനം ഒരു നിതാന്ത നിശബ്ദതയുണ്ട്, ഇതിനിടയിലുള്ള കുരിശിന്റെ വഴി. ഒരാളുടെ ജീവിതത്തിലെ ആദ്യത്തെ വേദന എന്താ? പൊക്കിൾ കൊടി മുറിക്കുന്ന വേദനയാണ്. അയാൾ സ്വയം അനുഭവിക്കുന്ന വേദന. പൊക്കിൾ കൊടി മുറിക്കുന്ന കാലത്തിനും പുതപ്പിച്ച് കിടത്തുന്ന കാലത്തിനും ഇടയ്ക്കുള്ള കുരിശിന്റെ വഴിയല്ലേ ജീവിതം? ഇതിനിടയ്ക്ക് എവിടെയാണ് സ്വസ്ഥത? കയറ്റിറക്കങ്ങൾ പോലെയാണ് ജീവിതം. ICUവിൽ കയറിയിട്ടുണ്ടോ? കയറാനിട വരാതിരിക്കട്ടെ. ഒരു കാർഡിയാക് പേഷ്യന്റ്, ഒരു ഹൃദ്രോഗി ICUവിൽ കിടന്നാൽ അയാളുടെ ശിരസിന്റെ മീതെ, കട്ടിലിന്റെ മീതെ ഒരു കാർഡിയാക് മോണിറ്റർ ഉണ്ട്. കറുത്ത പ്രതലത്തിൽ ചുമന്ന ബീപ്പ് ശബ്ദത്തോടുകൂടെ ചുവന്ന വരകൾ മേലോട്ടും താഴോട്ടും. നമ്മൾ ECG എടുത്താൽ പോലും നീളമുള്ള ഒരു പേപ്പർ കിട്ടും, അതിനകത്തൊക്കെ ഈ വരയാണ്. ICUവിന്റെ നേർത്ത തണുപ്പത്ത് ഈ ചുവന്ന വരകളിലും ഒരു ചെറിയ ബീപ്പ് ബീപ്പ് ശബ്ദത്തിലും രോഗി മയങ്ങും. എന്താണ് ഈ വരകളുടെ അർത്ഥം? ഈ കിടക്കുന്ന കുഞ്ഞന്നാമ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. കയറ്റിറക്കങ്ങൾ, ജീവിച്ചിരിക്കുന്നു എന്നതിന് നാം കൊടുക്കുന്ന ടാക്സ് ആണ് ജീവിതത്തിന്റെ കയറ്റങ്ങളും ഇറക്കങ്ങളും. ഇനി ഈ കാർഡിയാക് മോണിറ്ററിലെ വര ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും, ചിലപ്പോൾ ഒരു ലോങ് ബീപ്പായി മാറും. അതിന്റെ അർത്ഥം എന്താ? ഐബ്നാനച്ചനെ വിളിച്ചോളൂ, പെട്ടി മേടിച്ചോളൂ എന്ന് മാത്രമേ ഉള്ള അർത്ഥം. ജീവിതം ഒരു സമതലം പോലെ ആകണമെന്ന് നമുക്ക് സ്വപ്നമുണ്ട്, പക്ഷെ അത് തെക്കേപ്പറമ്പിലേക്ക് എടുക്കാതെ പറ്റില്ല. ജീവിതം കയറ്റിറക്കങ്ങളുടെ കുരിശു വഴിയാണ്. ICUവിന്റെ കാർഡിയാക് മോണിറ്ററിലെ വരകൾ പോലെയാണ്, കുരിശിന്റെ വഴിയാണ്. ഈ ക്രൂശിന്റെ വഴി ഞാൻ പറഞ്ഞതുപോലെ ലേബർ റൂമിന്റെ ഇടനാഴിയിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു കുഞ്ഞു കരച്ചിലിൽ ആരംഭിച്ച് സെമിത്തേരിയിലെ നിതാന്ത നിശബ്ദതയിൽ അവസാനിക്കും. അല്ലെങ്കിൽ ഒരാളുടെ ആദ്യത്തെ വേദനയായ പൊക്കിൾ കൊടി മുറിക്കുന്ന കാലത്തിനും അവസാനത്തെ വേദനയായ പുതപ്പിച്ച് കിടത്തുന്ന കാലത്തിനും ഇടയ്ക്കുള്ള ജീവിതം. എനിക്കും സ്നേഹിതരെ, നിങ്ങൾക്കും ഈ കുരിശിന്റെ വഴി ജീവിതമാണെങ്കിൽ, ഞാൻ ഇന്ന് ഈ ക്രൂശിന്റെ വഴിയെ നമ്മുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി 3 ചിന്തകൾ പറയുന്നുണ്ട്. ഇന്ന് എൻ്റെ പിറകിൽ ഈ മദ്ബഹായുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ് നമ്മോട് പറയുന്നു, കുഞ്ഞേ, നിന്റെ ജീവിതം ക്രൂശിന്റെ വഴിയാണ്. എന്തുകൊണ്ടെന്നാൽ അതിന് 3 ഉത്തരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഴമായ ധ്യാനത്തിലും ശ്രദ്ധയിലും വിശുദ്ധവാര ബോധത്തിലും ഈ ചിന്തകളെ നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നാമത്, ഈ ക്രൂശ് നമ്മോട് സംസാരിക്കുന്നു, ജീവിതം ഒരു കുരിശിന്റെ വഴിയാണെങ്കിൽ എനിക്കും താങ്കൾക്കും ക്രൂശ് പറയുന്നു ഒന്നാമത്തെ പ്രത്യേകത, അത് സൗഹൃദങ്ങൾ തുണയ്ക്കാത്ത വഴി. ദ വേ ഓഫ് അൺസപ്പോർട്ടഡ് ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദങ്ങൾ തുണയ്ക്കാത്ത വഴി. കുരിശിന്റെ വഴിയുടെ പ്രത്യേകത, ഞാൻ നിങ്ങളെ കാൽവറിയുടെ ചുവട്ടിലേക്കൊന്ന് കൊണ്ടുപോക്കോട്ടെ. ആ കാൽവറിയുടെ ചുവട്ടിലേക്ക് നിങ്ങളൊന്ന് വന്നേ. കർത്താവിന്റെ ക്രൂശിന്റെ വഴിയിൽ ഒപ്പമിരിക്കാൻ ഒപ്പം കൂടിയവർ ചിതറിയോടിയില്ലേ? ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ കളയില്ലെന്ന് പറഞ്ഞവന്റെ പൊടിയെവിടെ? ഇന്നലെ പാറയായിരുന്നവൻ ഇന്ന് പാറപ്പൊടിയായി പോയി പത്രോസ്. ഒരിക്കലും ഒപ്പൂടിയിട്ടില്ലാത്തവർ ക്രൂശ് വഹിക്കും. അതാണ് ക്രൂശിന്റെ വഴി. കൂടെ ഇരിക്കാൻ 3.5 വർഷം മുമ്പ് നാറുന്ന വലയും വള്ളവും എടുത്ത് അവന്റെ വാക്കിന് വാളെടുക്കാനും വിളമ്പാനും വലയിറക്കാനും കൂടെ നടന്ന 12 എണ്ണവും ക്രൂശിന്റെ വഴിയിൽ കൂടെയില്ല. ജീവിതം ഒരു കുരിശിന്റെ വഴിയാണെങ്കിൽ വേദനകളുടെ വഴികളിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ വന്നേക്കാം. അതുകൊണ്ടാണ് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്,
41 സങ്കീർത്തനത്തിലും മറ്റും സന്ധ്യ നമസ്കാരത്തിലും 41 സങ്കീർത്തനത്തിലും ഒക്കെ ചൊല്ലുന്നുണ്ട്, ഞാൻ സ്നേഹിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ, ബാക്കി പറയോ, കുതികാൽ ഉയർത്തിയിരിക്കുന്നു. സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ വലത്തോട്ട് നോക്കി, അതെ എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. ഒപ്പം ഇരിക്കാൻ ഒപ്പം കൂടിയവർ ചിതറിയോടും. നമ്മുടെ ജീവിത വഴികളിൽ എന്നെ കേൾക്കുന്നവരെ ചിന്തിച്ചു നോക്കിക്കേ, ഇല്ലേ? വിചാരിച്ചവർ വേണ്ട നേരത്ത് മാറിക്കളഞ്ഞ വഴി സ്വന്തം ജീവിതത്തിൻ്റെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ കുരിശിൻ്റെ വഴിയിലാണ്. BC 4 ഏതാണ്ട് ക്രിസ്തു ജനിച്ച വർഷമെന്നാണ് പറയുക. മാർച്ച് 15 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. റോം ഭരിച്ചിരുന്ന സീസർ, റോമൻ ചക്രവർത്തി, ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. അന്ന് രാവിലെ റോമൻ ചക്രവർത്തിയുടെ വീട്ടിൽ നിന്ന്, അദ്ദേഹം താമസിച്ചിരുന്ന ഇടത്തിൽ നിന്ന് റോമൻ സെനറ്റിലേക്ക് അദ്ദേഹം നടന്നു പോകുന്നു ചെമ്മൺ പാതയിലൂടെ. വഴിയിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തിയിറങ്ങുന്ന 24 കഠാരമുനകളാണ്. 24 കഠാരമുനകൾ ചോരയിൽ പിടഞ്ഞ്, ചെമ്മണ്ണിൽ പിടഞ്ഞു വീഴുമ്പോ കഠാരമുനയുടെ വേദനയല്ല സീസറെ വേദനിപ്പിച്ചത്. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തന്റെ സ്വന്തം പ്രാണസ്നേഹിതനായ ബ്രൂട്ടസ്, യു ടു ബ്രൂട്ടസ്. അതൊക്കെ പിള്ളേർക്ക് സിനിമയിലെ ഡയലോഗായിട്ട് മാത്രമേ പരിചയമുള്ളൂ. എന്നാലും എൻ്റെ ബ്രൂട്ടസെ, നീയും എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞല്ലേ. 1984 ഒക്ടോബർ 31 ഭാരതം വിറങ്ങലിച്ച കറുത്ത ദിനം. രാവിലെ 9:30 മണി കഴിഞ്ഞ സമയവും സാഹചര്യവും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരുപക്ഷെ. ഭാരതത്തിന്റെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി ഇങ്ങനെ തൻ്റെ കാറിലേക്ക് കയറാൻ ഓഫീസ് നിർവഹണത്തിന് വേണ്ടി നടന്നു പോകുമ്പോൾ 29-30 ബുള്ളറ്റുകളാണ്, വെടിയുണ്ടകളാണ് നെഞ്ചകം തുളച്ചുപോയത്. ബിയാന്ത് സിംഗും സത്വന്ത് സിംഗുമായി ഒക്കെ തോക്കുമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോ ആ മഹതിയുടെ നെഞ്ചകമുരുകി. സ്വന്തം അംഗരക്ഷകർ, കൂടെ ഇരിക്കേണ്ടവർ. ഇന്ദിരാഗാന്ധിയുടെ വിധിയാണ്. ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയുടെ കാല് തൊട്ട് വന്നിച്ച് സ്നേഹം അഭിനയിച്ച തനുവും, കൂടെ ഇരിക്കുന്നവർ ചതിക്കുന്ന വഴി, ഇതൊക്കെ കുരിശിന്റെ വഴിയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താ? ഒരുപക്ഷെ നാം കടന്നുപോയ ഏതെങ്കിലും രോഗത്തിന്റെ താഴ്വാരമാണോ? അല്ല. ജീവിതത്തിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവർ കുത്തിയാൽ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്ന പലരിലും ഒളിഞ്ഞിരിക്കുന്ന ഡ്രാക്കുളയുടെ നീണ്ട പല്ലുകളുണ്ട്, അല്ലേ? കൂടെ നിൽക്കുന്നവർ. ക്രൂശിന്റെ വഴിയിൽ 12 എണ്ണം മാറിപ്പോയില്ലേ? കുരിശിന്റെ വഴി ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ മധ്യാഹ്നത്തിലെ സെദറായിൽ വളരെ ആർദ്രമായി നാം ധ്യാനിക്കുന്നുണ്ട്. ശിഷ്യന്മാരോടിയൊളിക്കുന്നു, സ്നേഹിതന്മാർ ചിന്നിച്ചിതറുന്നു, ബ്രഖ്യായുടെ പുത്ര ഉണർന്നെഴുന്നേൽക്ക, ഇടയൻ അടിയേറ്റു, അവന്റെ ആടുകൾ ചിതറിപ്പോയി. അത് നാം കേൾക്കുന്നതാണ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുക, അഗ്നിമയന്മാരെവിടെ? മീഖായേലേ, നിന്റെ വൈരാഗ്യം എവിടെ? ഗബ്രിയേലേ, നിന്റെ ഉഗ്രത എവിടെ? വീണ്ടും ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ തമ്പുരാനെ നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടില്ലേ? ശമൂനേ, നീ എവിടെ പോകുന്നു? യോഹന്നാനേ, നീ എവിടെ കൂടുന്നു? ബർത്തുൽമായേ, നീ എവിടെ കുളിക്കുന്നു? തോമായേ, നീ എവിടേക്ക് മാറുന്നു? ഫിലിപ്പോസേ, നീ എന്തിനകലുന്നു? ലാബീ, നീ എന്തിനു കരയുന്നു? ഓരോരുത്തരുടെയും പേര് വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ തോമാ, എൻ്റെ ശീമോനെ, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞതല്ലേ? ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിപ്പറയില്ല എന്ന് മൊഴിഞ്ഞതല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനെന്നെ ഉപേക്ഷിച്ചു? വീണ്ടും ഇങ്ങനെ വായിക്കുകയാണ്, സ്ലീഹന്മാരെ,
ചിതറിപ്പോകുവാനായി നിങ്ങൾ വെമ്പരുതേ. ഇന്ന് ഭയത്താൽ ഒളിക്കുന്നതിനുള്ള ഓട്ടമാണ്. ആരാണൊരു സുഹൃത്ത്? ആരാണൊരു സുഹൃത്ത്? ക്രൂശിന്റെ വഴി കൂടെ ഇരിക്കുന്നവർ ചിതറിപ്പോകുമോ? ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്കുണ്ടാകാറുണ്ട്. ആരാണൊരു സുഹൃത്ത് എന്നതിന് വേദത്തിന്റെ ഭാഷയിൽ ഉത്തരം പറഞ്ഞാൽ, മഹത്വങ്ങളുടെ താബോറിലും വ്യാകുലങ്ങളുടെ ഗത്സമനിലും ഒരുപോലെ ഉണർന്നിരിക്കുന്നയാളാണ് സുഹൃത്ത് കൂടെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, മഹത്വങ്ങളുടെ താബോറിലും വ്യാകുലങ്ങളുടെ ഗത്സമനിലും ഒരുപോലെ ഉണർന്നിരിക്കുന്നവനാണ് സുഹൃത്ത്. എന്താണ് മഹത്വങ്ങളുടെ താബോർ? ജീവിതത്തിൽ പച്ചയും പുത്തനും പളപളപ്പും ഉള്ളതാണ് താബോർ. പത്രോസ് പറഞ്ഞു, അവിടെ ഇരിക്കുന്നത് നല്ലത്, തിളക്കമുള്ള സ്ഥലമാണ് താബോർ. അവിടെ കൂടെ ആൾ കാണും, തോളിൽ കൈയിടാനും കൊണ്ടു നടക്കാനും കൂടെ വാങ്ങിച്ചു കൊടുക്കാനും കുടിപ്പിച്ച് കടത്താനും ആൾ കാണും. മഹത്വങ്ങളുടെ താബോറിൽ ഉണ്ടാവും. പക്ഷേ വ്യാകുലങ്ങളുടെ ഗത്സമനുണ്ട്. അതെന്താ? വിയർപ്പ് രക്തമാകുന്ന ഏകാന്തതയുടെ കുടീരമാ. ജീവിതത്തിൽ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെ എവറസ്റ്റ് പർവ്വത. അപ്പൊ മഹത്വങ്ങളുടെ താബോറിൽ കുടിപ്പിച്ചു കടത്തിയവൻ വ്യാകുലങ്ങളുടെ ഗത്സമനിൽ കൂടെ ഉണ്ടാകുമോ? അങ്ങനെയൊരു സുഹൃത്ത് ഉണ്ടോ? അതൊരു ചോദ്യമാണ്. അവിടെ ഇല്ലാതെ വരുമ്പോഴാണ് 142 സങ്കീർത്തനം 4 വാക്യം നാം സങ്കടത്തോടെ വായിക്കുക. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. അത് തന്നെയാ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ 4 നമ്മൾ ഈ പ്രോസ് വായിക്കുമ്പോൾ, സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. അറിയാലോ, അതിന്റെ ബാക്കി ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളത് പൂരിപ്പിക്കണം. എന്താ? തൻ്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ഡാഷ് നിന്നു. കേട്ടില്ല? ദൂരെ അറിയുന്നവർ, തൻ്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. ക്രൂശിന്റെ വഴി, അറിയുന്നവർ ദൂരെ നിൽക്കുന്ന വഴി. അറിയുന്നോരേ വരുമൊന്നീ ചകലത്തായി നിന്നാൾ ജനനി. അറിയുന്നവർ ദൂരെ നിൽക്കുന്ന വഴി ഉണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. എല്ലാവരും ദൂരെ നിൽക്കുന്ന ഒരു കാലം നമുക്കും വരും. ശരിയല്ലേ? ജീവിതം എങ്ങനെയാണ്? നമ്മൾ ജനിച്ചപ്പോ എവിടെയോ ഞാൻ വായിച്ചതുപോലെ, ആരാണ് നമ്മെ കുളിപ്പിച്ചത്? അറിയില്ല. ഇനി അവസാനം നമ്മെ കുളിപ്പിക്കുന്നവരാരാ? അറിയില്ല. ജീവിതത്തിൽ ആദ്യമായി നമ്മെ പൗഡർ ഇട്ട് ഒരുക്കിയതാരാ? അറിയില്ല. ഇനി അവസാനം ഒരു ഒരുക്കമുണ്ട്. ആര് നമ്മെ ഒരുക്കും? അറിയില്ല. ആരോ. ജീവിതത്തിൽ ആദ്യമായി നമ്മെ ഒരിത്തിരി വെള്ളം തന്നതാരാ? അറിയില്ല. ആരോ. ഇനി അവസാനം നമുക്കൊരു തുള്ളി വെള്ളം തരാൻ പോകുന്നവരും ആരാ? അറിയില്ല. ജീവിതത്തിൽ ആദ്യമായി നമുക്ക് വേണ്ടി ഒരു താരാട്ടുപാട്ട് പാടിയതാരാ? അറിയില്ല. ഇനി അവസാനം നമുക്ക് വേണ്ടി ഒരു പാട്ടുണ്ട്, ഒരു ചരമഗീതം പാടുന്നതാരാ? അറിയില്ല. ആരോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല കുരിശിന്റെ വഴിയിൽ കൂടെ നിൽക്കുക. പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയിട്ടുണ്ട്, കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ എന്ന് പറഞ്ഞാൽ, കണ്ടവർ ചിലർ, കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. അതുകൊണ്ടാ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ, ദൈവം പോലും കൈവിട്ടോ എന്ന് ചോദിക്കുന്നൊരു നേരം നമുക്കൊക്കെ വരും. ചിലപ്പോ ഒരുപക്ഷെ അത്ര ആഴമുള്ള സങ്കടത്തിൽ കൂടെ ഞാൻ പോയിട്ടില്ല. എന്നേക്കാൾ പോയിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ. എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് ചോദിക്കാറുണ്ട്. ക്രൂശിന്റെ വഴിയിൽ ആരാണ് കൂടെ ഇരിക്കുക? ഞാൻ പഴയ നിയമത്തിലെ 2 മരുമക്കളെ കുറിച്ച് പറയാം. ഒരമ്മാവിയമ്മ. അമ്മാവിയമ്മയുടെ പേര് നവോമി. മരുമക്കളുടെ പേര് മൂത്തവൾ ഓർപ്പ, ഇളയവൾ സലോമിയല്ല, രൂത്ത് അല്ലേ? രൂത്ത്. 3 ആണുങ്ങൾ മരിച്ചുപോയ വീടാണ്. ഒരു വീട്ടിൽ 3 ആണുങ്ങൾ, 3 മരിച്ചുപോയി. അപ്പൻ എല്ലീമേലേക്ക് മക്കൾ, 2 ആൺമക്കൾ, മഹ്ളോനും കില്ലിയോനും. 3 ആൺമക്കൾ മരിച്ചുപോയൊരു വീട്ടിൽ
ഈ അമ്മായിമ്മ പറയുന്നുണ്ട് ഓർപ്പായുടെ രൂത്തിനോട്, എൻ്റെ മക്കളെ നിങ്ങൾ പോ, നിങ്ങൾക്ക് നല്ല പയറ് പോലുള്ള ആമ്പിള്ളേരെ കിട്ടും, നിങ്ങൾ പോയി കല്യാണം കഴിക്കുക, വിട്ടേറെ, ഈ തള്ളക്ക് തന്നന്തരം കുഴമ്പ് എണ്ണയും മേടിച്ച് തന്നുകൊണ്ട് ഇവിടെ കിടക്കണ്ട, നിങ്ങൾ പോക്കോ. ഇത് കേട്ടപാടെ മൂത്ത മരുമോൾ ഓർപ്പ അവളൊരു സീനൊക്കെ ഉണ്ടാക്കി, ഇത്തിരി തള്ളൊക്കെ തള്ളി. എൻ്റെ അമ്മച്ചിയെ ഞാൻ വിടുകയല്ല കേട്ടോ, കഴുത്തിലൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്, അങ്ങനൊന്നും പറയരുത്, എൻ്റെ പൊന്നമ്മച്ചി ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി ഒന്നുകൂടെ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വിളിക്കാം. ഓർപ്പ പോയ വണ്ടി ഇതുവരെയും വന്നിട്ടില്ല. സീനുമൊക്കെ ഉണ്ടാക്കി തള്ളുമൊക്കെ തള്ളിപ്പോയതാ. എന്നാൽ ഇളയ ഒരു മരുമോളുണ്ടായിരുന്നു രൂത്ത്. അവൾ ഒന്നും മിണ്ടിയില്ല, വലിയ പ്രകടനവും തള്ളും ഒന്നും നടത്തിയില്ല. അവളിങ്ങനെ കൂടെ നിന്നു. എന്നിട്ട് അമ്മയുടെ ചെവിയിൽ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും, എൻ്റെ അമ്മ പോകുന്നിടത്ത്. അങ്ങനെ മെല്ലെ കാതിൽ മൃദുവായി മന്ത്രിക്കുക. ഞാൻ എൻ്റെ സ്വന്തം ഇടവകയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലാത്തടത്തൊക്കെ ഗാംഭീര്യത്തോടെ ചോദിക്കാറുണ്ട്, ഓർപ്പായാണോ രൂത്താണോ? ബന്ധങ്ങളിൽ നാം ഒന്ന് ചിന്തിച്ചോളൂ, ഓർപ്പായാണോ ഈ ഇരിക്കണത്, രൂത്താണോ? തള്ളും സീനും ഒക്കെ ഉണ്ടാക്കുന്ന ഓർപ്പാമാരെ ഉള്ളെന്നല്ലേ. രൂത്ത് 1:14 ഇങ്ങനെയാണ്, ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു, ബൈ ബൈ. രൂത്തോ പറ്റി നിന്നു. ക്രൂശിന്റെ വഴിയിൽ ഒറ്റയ്ക്കാക്കുന്നയാളുടെ പേര് ഓർപ്പ അല്ലേ? ക്രൂശിന്റെ വഴിയിൽ കൂടെ നിൽക്കുന്നയാളുടെ പേര് രൂത്ത്. ഇന്ന് പ്രകടനങ്ങളുടെ ഓർപ്പാമാരുടെ കാലമാണ്. എൻ്റെയും കൂടെ കാര്യമാണ് ഞാൻ പറയുക. രൂത്ത് ഇങ്ങനെ ചുംബിച്ചതൊന്നുമില്ല, കൂടെ നിന്നറേ ഉള്ളൂ. ഓർപ്പ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാ പോയത്. നല്ല മരുമോള്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശരിക്കും സഹായിക്കാൻ പോകുന്നവരാരാ? നമ്മുടെ ജീവിതത്തിൽ 2 തരം ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒന്ന്, വിളിച്ചിട്ട് വരുന്നവർ. 2, അയച്ചിട്ട് വരുന്നവർ. ഒന്നാമത്തേത് വിളിച്ചിട്ട് വരുന്നവർ എന്ന് പറഞ്ഞാൽ, വിളിച്ചിട്ട് വരുന്നവരാരാ? വിളിച്ചിട്ട് വരുന്നവരെന്ന് പറഞ്ഞാൽ, നമ്മൾ കല്യാണത്തിന് വിളിച്ചാൽ ആൾ വരും. നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പോൾ നല്ല ബന്ധുബലമാണ്, നല്ല തറവാടാണ്, കാര്യമൊക്കെ ഉണ്ട്. ഒരു കാര്യം വന്നു, 10 പേരുണ്ട്, കൊള്ളാം, വിളിച്ചിട്ട് വരാൻ ആളുണ്ട്. അവൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചു, നമ്മൾ അങ്ങോട്ടും വിളിച്ചു, പോകും വരും. വിളിച്ചിട്ട് വരാൻ സ്റ്റാറ്റസിനൊത്ത ആളുകൾ നമുക്കൊക്കെ ഉണ്ട്, വിളിച്ചിട്ട് വരാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഇമേജൊക്കെ നിർണ്ണയിക്കുന്നത് ഇങ്ങനെയുള്ളവരാ. ഇങ്ങനെ കുറേ പേരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാണ്ട് നമ്മളിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നത്. ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും വിളിച്ചിട്ട് വരുന്നവരാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വരുമ്പോൾ കൂടെ. രണ്ടാമതൊരു തരം ഒരു കാറ്റഗറി ഉണ്ട്, അയച്ചിട്ട് വരുന്നവർ. എന്താണ് അയച്ചിട്ട് വരുന്നവർ? പറയാം. ക്രൂശിന്റെ വഴിയിൽ താൻ 3 വർഷം മുമ്പ് വിളിച്ചു, പത്രോസേ പറയവാ, അന്ത്രയോസേ പോര് മോനെ കൂടെ, യോഹന്നാനെ വലയിട്ടേക്ക് പോരൻ്റെ കൂടെ. വിളിച്ചിട്ട് വന്നു 12 എണ്ണം. ക്രൂശിന്റെ വഴിയിൽ പഴയ അനിസ്പ്രയുടെ പരസ്യം പോലെയാ, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. എന്നാൽ ക്രൂശിന്റെ വഴിയിൽ താൻ ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ വയലിൽ നിന്ന് വരുന്നവനായ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് വന്നതല്ല. തമ്പുരാന്റെ അത്ഭുതത്തിന്റെ അപ്പക്കഷണം തിന്നവനല്ല. ഇന്നലകളിൽ കുരുടന്റെ കണ്ണ് തുറന്നപ്പോൾ അവന്റെ കണ്ണ് തുറന്നിട്ടില്ല, അവൻ അത്ഭുതങ്ങളുടെ പങ്ക് പറ്റിയിട്ടില്ല. വയലിൽ നിന്ന് വിണ്ടുകീറിയ പാദങ്ങളുമായി വിയർത്തൊട്ടിയ ശരീരവുമായി ദേ വരുന്നു ഒരു മനുഷ്യൻ, അയച്ചിട്ട് വരുന്നവൻ, കുറേനക്കാരൻ ശീമോൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്? ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വിളിച്ചിട്ട് വരുന്നവരാണ് നമ്മുടെ ജീവിതത്തിന് അന്തസ്സും നിലനിൽപ്പും ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ നിശ്ചയമായും പറയട്ടെ, അല്ല, അയച്ചിട്ട് വരുന്നവർ തന്നെയാണ്. ഒരു വേള നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ടൊക്കെ നടക്കുകയാണ്, ഒരു ആക്റ്റീവയുടെ കീഴിൽ, ഒരു ബൈക്കിന്റെ കീഴിൽ, റോഡിൽ ടിപ്പറിന്റെ കീഴിൽ ചോരയിൽ പുതഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഉപ്പാപ്പനോ മാവിയുടെ മോനോ കൊച്ചമ്മയുടെ മോളോ വരികയല്ല. നാം ഇന്നോളം ഗവനിക്കാത്ത വെയിറ്റിംഗ് ഷെഡിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാണും. ഇന്നലെയും നാം നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അവന് വേറെ പണിയൊന്നുമില്ലേ, വെറുതെ ഇങ്ങനെ നടക്കുക കുറേ പേര്. അങ്ങനെയൊക്കെ നാം അന്തസ്സില്ലാത്തവരെന്ന് പറഞ്ഞ് നാം ഗവനിക്കാത്ത ചില ചെറുപ്പക്കാരുണ്ടാകും. അവരെ ഉണ്ടാകുള്ളൂ ചിലപ്പോൾ ആ ടിപ്പറിന്റെ കീഴിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഒരൊറ്റമുണ്ട് പുതപ്പിക്കാൻ.
അല്ലെങ്കിൽ ആംബുലൻസിന്റെ സ്ട്രെച്ചറിലേക്ക് എടുത്ത് കിടത്താൻ അയാളുടെ പേരാണ് കുറേനക്കാരൻ ശീമോൻ. അങ്ങനെ ഒരാൾ നമുക്കും വന്നേക്കാം, ഇല്ലേ? നാം ഇങ്ങനെ രാത്രി ഒരു 11-11:30 മണി കഴിഞ്ഞ് അപരിചിതമായൊരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ പെട്ടെന്ന് പഞ്ചറായി. ഇത് കൊണ്ടു കിടക്കാന്നുള്ളതല്ല, അതിൻ്റെ സ്റ്റെപ്പിനി ഇടാനൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ വിഷണ്ണനായി നിൽക്കുമ്പോൾ ആ ഇരുട്ട് വഴിയെ പിറകിൽ വന്ന ഒരാൾ വണ്ടി നിർത്തും. ഒരു പരിചയമില്ല. നമ്മുടെ വകയിൽ ഉമ്മാവിയുടെ മോനൊന്നുമല്ല. ഇവിടെ നിന്ന് വരുന്ന, എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. ഇന്നതാണ്, ടയർ മാറണം. എനിക്ക് അനുഭവമുണ്ട്, അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇറങ്ങിയിട്ട് നമ്മെ സഹായിക്കും, ടയർ മാറ്റിയിട്ട് തരും. ഒരു ചെറിയ ചിരിയിലും ഒരു നന്ദിയിലും പോകും. അയാളെ നാം പിന്നെ കണ്ടിട്ടില്ല, മുന്നും കണ്ടിട്ടില്ല. അയാൾക്ക് ഒരു പേരേ ഉള്ളൂ ഇരുട്ടിന്റെ മറവിൽ, കുറേനക്കാരൻ ശീമോൻ. O- ബ്ലഡ് റയറാണ്. സർജറി കാത്ത് ഓപ്പറേഷൻ ടേബിളിൽ ഇങ്ങനെ കിടക്കുമ്പോ 3 കുപ്പി വേണം. ബന്ധത്തിലൊന്നുമുള്ള ആളായിരിക്കില്ല, വരില്ല. ഏതോ പാർട്ടിക്കാരൻ, അയാൾ ഒരു പക്ഷേ മർത്തോമക്കാരനായിരിക്കാം, RSSകാരനായിരിക്കാം, അയാൾ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, നമ്മുടെ പാർട്ടിക്കാരനായിരിക്കില്ല, ആരോ ആയിരുന്നു കൊള്ളട്ടെ. അയാളുടെ ചോരയുടെ നിറം ചുവപ്പാണ്. അയാൾ ഓടിക്കരച്ച് ആശുപത്രിയുടെ ടൈല് പാകിയ ഇടനാഴിയിലേക്ക് ഓടിയെത്തും രക്തമിറ്റിച്ചു തരാൻ. ആ വരുന്നവൻ ഒറ്റപ്പേരേ ഉള്ളൂ. അയാൾക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, പാർട്ടിയില്ല, ഒറ്റപ്പേര്. അയാളുടെ പേര് കുറേനക്കാരൻ ശീമോൻ. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പം എന്നെ കേൾക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചോണം. നമ്മുടെ അവസാനം എങ്ങനെയാണെന്ന് ഒരു നിശ്ചയവും ഇല്ല. ദൈവമേ, വേണ്ട നേരത്ത് ഒരു കുറേനക്കാരൻ ശീമോനെ തരണേ എന്ന് പ്രാർത്ഥിക്കണം. ആര് കണ്ടു? നാം വിളിച്ചിട്ട് വരുന്ന നമ്മുടെ ഇമേജുകൾക്കൊത്ത മനുഷ്യരാരും നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല, ഉതകണമെന്നില്ല. ഒരു കുറേനക്കാരൻ ശീമോനെ വേണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ജീവിതത്തെ തുണയ്ക്കാൻ പോകുന്നത് വിളിച്ചിട്ട് വരുന്നവരാണോ അയച്ചിട്ട് വരുന്നവരാണോ? അവസാനത്തോളം കൂട്ടുപോകേണ്ട ഒരു യാത്രയിൽ ക്രൂശിന്റെ വഴിയിൽ ഒരാൾ ഉപേക്ഷിക്കപ്പെടുക. ഏകനായി മല ചവിട്ടുന്ന കർത്താവ്. ഇതേ അനുഭവം തന്നെ പഴയ നിയമത്തിലുണ്ട്. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ 2 ശമൂവേൽ 15:30 അവിടെ എങ്ങനെയാണ് മക്കളാൽ അപമാനിക്കപ്പെടുന്ന, മക്കളാൽ ഒറ്റപ്പെടുന്ന സ്വന്തം മകൻ അബ്ശാലോം കൊല്ലാൻ നടക്കുകയാണ് അപ്പൻ ദാവീദ് രാജാവിനെ. ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. രാജ്യം ഭരിക്കുന്ന രാജാവ് ആരാലും ഉപകാരപ്പെടാതെ നടന്ന് തലമൂടി ചെരുപ്പിടാതെ ഒറ്റയ്ക്ക് കയറിപ്പോന്നൊരു ഒലിവ് മലയുണ്ട്. ആ വഴിയുടെ പേരാണ് ക്രൂശിന്റെ വഴി. ഇനി നമുക്ക് ശാന്തമായി ചിന്തിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു നൊമ്പരം അനുഭവിച്ചുവോ? ആ ക്രൂശിന്റെ വഴിയിൽ കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ അകന്ന് പുറകെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പരിശുദ്ധ മറിയം ഏറ്റവും പിറകിൽ ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മുടെ ആരാധനകളിലുണ്ട്. ഞാൻ ഈ ക്രൂശിന്റെ വഴി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആബേലച്ചൻ എഴുതിയ അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യത്തിലെ ക്രൂശിന്റെ വഴിയുടെ പാട്ട് ഓർമ്മ വരും. അപ്പൊ ഈ ക്രൂശിന്റെ ഭാരം ചുമന്നുകൊണ്ട് കർത്താവ് പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട്, വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. അമ്മ പിറകെ വരിക. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കൂരമ്പൂ താണിറങ്ങി. അങ്ങകലയായി അമ്മ മാത്രം, പരിശുദ്ധ അമ്മ മാത്രം. ദുഃഖവെള്ളിയാഴ്ച നമ്മളിങ്ങനെ കുഴഞ്ഞു വാടി നിൽക്കുമല്ലോ ഒരു ഉച്ച കഴിയുമ്പോൾ. അപ്പോൾ ആ സമയത്തൊരു പാട്ടിൽ പാടുന്നുണ്ട്, നിലവിളിയോടു മറിയം ചൊന്നാൾ. ക്രൂശിന്റെ വഴിയെ പിറകിപ്പോയിട്ട് അമ്മ മകനെ ബലപ്പെടുത്തുക. നിലവിളിയോടു മറിയം ചൊന്നാൾ, മൂകപ്രകൃതികൾ ഇളകുന്നു. അടുത്ത വരി മോനോട് പറയുക, എൻ്റെ മോനെ, ആര് നിന്റെ കൂടെ ഇല്ലെങ്കിലും നിൻ കല്ലറ മണവറ തുല്യം, മകനെ നീ അതിൽ മണവാളൻ. എൻ്റെ മോനെ, 33 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകനെ, ഒരു പെൺകുട്ടിയോടൊപ്പം മണവറയിൽ കയറിയിട്ടില്ലാത്ത എൻ്റെ മകനെ, 33-ാമത്തെ വയസ്സിൽ കല്ലറയുടെ ഇരുട്ടിലേക്ക് പോകുന്ന എൻ്റെ മകനെ,
നിൻ കല്ലറ മണവറ തുല്യം, മകനെ നീ അതിൽ മണവാളൻ. ഒരമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ മോൻ്റെ കല്ലറ എൻ്റെ യൗവനക്കാരൻ്റെ മണവറയാ. എന്നിട്ട് അമ്മ പാടുന്നുണ്ട്, മൃതി പൂണ്ടോർ തോഴന്മാരായി വാനവരൊപ്പം വാഴുന്നു. ഒന്ന് കേട്ട് ധ്യാനിക്കണം ഈ വലിയ വെള്ളിയാഴ്ച. സഹോദരങ്ങളെ, ക്രൂശിന്റെ വഴി ഒന്നാമത്തെ പ്രത്യേകത, സൗഹൃദങ്ങൾ തുണയ്ക്കാത്ത വഴി. ദ വേ ഓഫ് അൺസപ്പോർട്ടഡ് ഫ്രണ്ട്ഷിപ്പ്. സ്വന്തം ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവും. വിചാരിച്ച ചിലർ വേണ്ട നേരത്ത് മാറിക്കളഞ്ഞിട്ടുണ്ടാവും, വിചാരിച്ച ചിലർ കൈമലർത്തിയിട്ടുണ്ടാകും. നിശ്ചയമായും ആ വഴിയുടെ പേര് ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്കൊരു കുറേനക്കാരൻ ഷീമോനെ വേണം. 2, ക്രൂശിന്റെ വഴിയുടെ രണ്ടാമത്തെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുകയാണ്, ക്രൂശ് പറയുകയാണ്. അപ്പം നമ്മൾ തന്നെ എന്തിച്ചോണം, ഇത് എൻ്റെ ദൈവമേ എൻ്റെ വഴിയാണോ, ഞാനിതിലെ പോയിട്ടില്ലേ? 2, ക്രൂശിന്റെ വഴിയുടെ രണ്ടാമത്തെ പ്രത്യേകത, അകാരണമായ സഹനങ്ങളുടെ വഴി. ദ വേ ഓഫ് അൺജസ്റ്റ് സഫറിങ്. അകാരണമായ സഹനങ്ങൾ. നമ്മൾ പലപ്പോഴും ഈ അടിമേടിക്കുന്നവരും ഏറുമേടിക്കുന്നവരും തല്ലുകൊള്ളുന്നവരും ഒക്കെ കയ്യിലിരിപ്പുണ്ടാ, മനുഷ്യന്റെ കയ്യിലിരിപ്പുണ്ടാ പലപ്പോഴും കിട്ടുന്നത്. പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് വേദന അനുഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങളിൽ പലരും തെറ്റിദ്ധാരണയുടെ ബലികുടീരങ്ങളിൽ ഉരുകിയിട്ടില്ലേ? ചങ്ക് പറിച്ചു കാണിച്ചിട്ടും മനസ്സിലാക്കാതെ നിന്നിട്ടില്ലേ പലരും? വല്ലാതെ നൊമ്പരപ്പെട്ട, ദൈവമേ ആരാണ് എന്നെ മനസ്സിലാക്കുക എന്ന് ഉരുകി നിന്നിട്ടില്ലേ? എന്തു പറഞ്ഞാണ് ബോധ്യപ്പെടുത്തുക എന്ന് ഉലഞ്ഞു പോയിട്ടില്ലേ? ജീവിതത്തിൽ നമുക്കൊക്കെ വരുന്നതാണ്. ചെയ്യാത്ത കുറ്റത്തിന് വല്ലാതെ നൊമ്പരപ്പെടുക, വല്ലാതെ സഹിക്കേണ്ടി വരിക. അങ്ങനെ ഒന്നുണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് ശാന്തമായി സ്വന്തം ചങ്കിനോട് ചോദിച്ചേ. പിള്ളേരുടെ ഭാഷ സ്വന്തം ചങ്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചങ്ക് വേറെ ചങ്കല്ല, സ്വന്തം ചങ്കിനോട് ചോദിച്ചേ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ വഴിയുടെ പേരാണ് ക്രൂശിന്റെ വഴി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് ഓരോ വിശുദ്ധ ബലിയിലും കേൾക്കും, പാപികളായ നമുക്ക് വേണ്ടി. ആർക്കോ വേണ്ടി? മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ പഴയ പാട്ടാ, 140 വർഷം പഴക്കമുള്ള പാട്ടാ, 140. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലേ ദൈവ ജാത, നിനക്കീ വേദന വരുത്തി വച്ചത് നീജന്യാനയോ. ആർക്കോ വേണ്ടി മരിക്കുക, ആർക്കോ വേണ്ടി മരിക്കുക. ഓർക്കണം, കർത്താവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് വിശുദ്ധ മാർക്കോസ് 15:28. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആർക്കോ വേണ്ടി ദുഃഖങ്ങൾ ഏറ്റിട്ടുണ്ടോ? വേറെ ആർക്കോ വേണ്ടി സഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. പഴയ നാട്ടിൻപുറത്തൊക്കെ, അല്ലെങ്കിൽ ഇന്നും ഉണ്ട്, വിവാഹം കഴിക്കാൻ മറന്നുപോയ ചില ആണുങ്ങളൊക്കെ ചില നാട്ടിലുണ്ട്. ഇളയ അനിയത്തിമാരെയൊക്കെ ഒന്ന് കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട്, അവരെ പഠിപ്പിക്കാൻ വേണ്ടി, അവരെയൊക്കെ ഒന്ന് ആക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറെ കഴിയുമ്പോഴാണ് ഈ മനുഷ്യൻ അറിയുന്നത് തനിക്ക് 36 വയസ്സായി, ഇനി ആര് പെണ്ണ് തരാൻ? പിന്നെ പുള്ളി തീരുമാനിക്കുകയാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അങ്ങനെയും ചില ആണുങ്ങളൊക്കെ ചില നാട്ടിൻപുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അയാൾ സഞ്ചരിച്ച വഴി കുരിശിന്റെ വഴിയാ. സൗദിയിലോ മസ്കറ്റിലോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ പെങ്ങളുടെ സ്ത്രീധന തുക കൊടുത്തു തീർക്കാൻ വേണ്ടി അവിടുത്തെ ഉള്ള ലീവും വേണ്ടെന്ന് വെച്ചിട്ട് മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന ഊഷരതയിൽ ഓവർ ടൈം ചെയ്യുന്ന പൊന്നാങ്ങള. അയാൾ സഞ്ചരിക്കുന്ന വഴിയുടെ പേരും ക്രൂശിന്റെ വഴിയാ. അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ വിദേശത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യമാർ ഓർത്തു നോക്കിക്കേ, ഇങ്ങനെ കുബൂസ് മാത്രമൊക്കെ കഴിച്ചിട്ടാണ് അവരിങ്ങനെ പോവുക. അവർ വരുമ്പോഴുള്ള മണമൊന്നും അവരുടെ നിത്യജീവിതത്തിൽ അവിടെയില്ല. അവരിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പല സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് 2-2.5 വർഷം 3 വർഷമൊക്കെ തുടരുന്ന ആർക്ക് വേണ്ടിയിട്ടാ? എഞ്ചിനീയറിംഗിന്റെ എത്ര സെമസ്റ്ററിന്റെ ഫീസ് എൻ്റെ കൊച്ചെ നിന്റെ അപ്പൻ വേർത്തിട്ടുണ്ടാവും. ആ അങ്ങേര് പോണ വഴിയുടെ പേരാണ് ക്രൂശിന്റെ വഴി. ആർക്കൊക്കെയോ വേണ്ടി മാറ്റിവെക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അനിയത്തിമാർക്ക് വേണ്ടി വിവാഹം കഴിക്കാൻ മറന്നുപോയ ചേട്ടത്തിമാരുണ്ട്.
ഇന്നും കല്യാണം കഴിക്കാതെയൊക്കെ ജീവിക്കുന്ന പല സ്ത്രീകളെ നമുക്കറിയാം. അൺജസ്റ്റ് സഫറിങ്, അകാരണമായ സഹനങ്ങൾ, വീടിന് വേണ്ടിയൊക്കെ ജീവിക്കാൻ മറന്നുപോയവർ, ആർക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം ജീവിതം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും പറയുന്നുണ്ടാവും, അച്ചോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ടാവും, മനസ്സിനോട് തന്നെ പറയുന്നുണ്ടാവും, ഞാനങ്ങനെ ഒരു വഴിയെ പോയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ഉരുകിത്തീർന്ന അമ്മമാരിവിടെയുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവനം കൊടുക്കുന്ന, അല്ലേ? ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോൾ പോലും കുഞ്ഞുങ്ങൾ 2 ഉള്ളെങ്കിൽ 2 ചോക്ലേറ്റ് ഉള്ളെങ്കിൽ 1 അമ്മയ്ക്ക് നീട്ടുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്നിട്ടാണോ? നിങ്ങൾ കെട്ടിക്കുന്നതിന് മുമ്പ് 6 ഒറ്റ ഇരിപ്പിന് കഴിക്കുന്ന പാർട്ടികളാണ്. പക്ഷെ ഒരു കുഞ്ഞു വളർന്നു കഴിയുമ്പോൾ സ്വന്തം ഇഷ്ടം, സ്വന്തം രുചിയൊക്കെ മാറ്റിവെക്കുക. ഈ പക്ഷിശാസ്ത്രത്തിൽ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ദേശാടന പക്ഷികൾ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കൂട്ടമായി യാത്ര ചെയ്യുമ്പോൾ അത് സഞ്ചരിക്കുന്നവരെ ഒരു പക്ഷി മുന്നേ പറക്കും, ബാക്കി പക്ഷികൾ ഒരുമിച്ച് പിറകെ വരുള്ളൂ. ഈ മുന്നേ പറക്കുന്ന പക്ഷി, വാന നിരീക്ഷണം നടത്തിയാൽ അറിയാം, ആ മുന്നേ പറക്കുന്ന പക്ഷിയുടെ പേര് ചാവു പക്ഷി എന്നാണ്. പരിചിതമല്ലാത്തൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഈ മുന്നേ പറക്കുന്ന പക്ഷി എന്തിനാ പോകുന്നതെന്നറിയാം? വഴിയിലേതെങ്കിലും വേടന്റെ കെണിയോ ഇലക്ട്രിക് കമ്പികളോ ആപത്തോ ഉണ്ടെങ്കിൽ ഈ പക്ഷി അതിൽ എരിഞ്ഞു തീരും. പിറകെ വരുന്നവരൊക്കെ വഴിമാറി പറക്കും. ഒരു മരക്കൊമ്പിൽ ഇവർ ചേക്കേറുമ്പോൾ ഈ മുൻപേ പറന്നു വരുന്ന പക്ഷിക്ക് വേണ്ടി പ്രത്യേക സ്ഥലം ഒഴിച്ചിടും. അതാണ് ഈ പക്ഷിശാസ്ത്രം. കാലത്തിനു വേണ്ടി മുൻപേ പറന്ന പക്ഷിയാണ് യേശുക്രിസ്തു, ചാവുപക്ഷി. നമുക്ക് വേണ്ടി വഴിമാറി പറന്ന ചാവുപക്ഷി പാപമെന്ന വേടന്റെ കെണിയിൽ വീണ് കരിഞ്ഞു. അനാദികാലം മുമ്പേ സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ട ഗോതമ്പ് മണി എന്ന ക്രിസ്തു ഭൂമിയിലെ പാപത്തിന്റെ മണ്ണിൽ വിതയ്ക്കപ്പെട്ട് കിളിർത്ത ഒരു നാമ്പായി അത് കൊയ്ത്ത് മെതിക്കപ്പെട്ട് പാപത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ് ജീവന്റെ അപ്പമായി തീർന്നു. എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? നമ്മൾ നേരിടേണ്ടി വരുന്നൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദൈവം മരിച്ചിട്ടില്ല. ഞാനൊരു ഒരു മർമ്മമായ കാര്യം പറയുകയാണേ, മരിച്ചവൻ എങ്ങനെ ദൈവമാകുന്നതാ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ പറയാവുന്ന ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഒരു മത അനുഭവത്തിലും മരിച്ച ദൈവം എന്ന് പറഞ്ഞാൽ വാളെടുക്കുന്ന അല്ലെങ്കിൽ ജയാളിയായി നിൽക്കുന്ന വലിയ സങ്കല്പമാണ്. മരിച്ച ദൈവം എന്തിനാണ്? ഇപ്പൊ ചിലർ കളിയാക്കാറുണ്ട്, നിങ്ങളുടെ ക്രിസ്തുവിന് പുള്ളിയെ തന്നെ രക്ഷിക്കാനൊത്തില്ല, പുള്ളി പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നത്? ഇന്ന് പല വർഗീയ കോമരങ്ങളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ക്രിസ്തു സ്വയം രക്ഷിച്ചില്ല, പുള്ളി തന്നെ മരിച്ചു പോയ ആളാണ്, പുള്ളിയാണോ പിന്നെ രക്ഷിക്കുക? എന്തിനാണ് മരിച്ചവനെ പൂജിക്കുന്നത്? ദുഃഖവെള്ളിയാഴ്ച രാവിലെ പള്ളിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ആരെങ്കിലും ചോദിക്കണം, ഈ നാട്ടിലാരും ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് മരിച്ച കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്? മരിച്ച ദൈവം ദൈവമാണോ? എന്തിനാണ് മരിച്ചവനെ പൂജിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ചതല്ലേ നമ്മുടെ ഭാഗ്യം. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ ഒരു അല്പം സയൻസ് പറയണം. ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന തിയറി മലയാളം താപഗതികം അഥവാ ഊഷ്മഗതികം എന്നൊക്കെയാണ്. അതിന് 0th ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. അതിൻ്റെ ഒരു നിയമം, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എനർജി ഈസ് സെയിം ഇൻ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ എന്നാണ്. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അധ്യാപകർ ഇരിപ്പുണ്ട്. ശരിയാണ്, അതങ്ങ് പോട്ടെ. തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് തിയറി ഇങ്ങനെയാണ്: ഒരു ക്രമക്കേടിൽ നിന്ന് മാത്രമേ മറ്റൊരു ക്രമം ഉണ്ടാകുള്ളൂ. ഒരു ക്രമം നശിച്ചെങ്കിലേ മറ്റൊരു ക്രമം, ഒന്ന് ശ്രദ്ധിച്ചോണ്ട് ഒന്ന് കേൾക്കണേ, ഒരു ക്രമം നശിച്ചെങ്കിലേ മറ്റൊരു ക്രമം. ഉദാഹരണമായി, ഒരു മരണം കൂടാതെ ഒരു ജീവനില്ല. ഒരു മാങ്ങാണ്ടി മരിച്ചെങ്കിലേ ഉറക്കെ പറ, ഉത്തരം പോരാ, ഒരു മാവുള്ളൂ. ഒരു തേങ്ങ മരിച്ചെങ്കിലേ ഒരു തെങ്ങുള്ളൂ. ഒരു ധാന്യം മരിച്ചെങ്കിലേ പറയൂ. കതിരെന്ന് അവർക്കറിയത്തില്ല. ആന്ധ്രാക്കാരൻ്റെ അരി മാത്രം കഴിക്കുന്നുണ്ട്, കതിര് കണ്ടിട്ടില്ല.
ഒരു ചക്കക്കുരു മരിച്ചെങ്കിലേ ഒരു ചക്കയോ ഒരു പ്ലാവുള്ളൂ. ഒരു മരണമുണ്ടെങ്കിലേ ഒരു ജീവനുള്ളൂ. ഇത് പ്രപഞ്ചത്തിന്റെ തത്വമാണ്. ഇതാണ് തെർമോഡൈനാമിക്സിന്റെ തിയറി. പെട്രോൾ മരിച്ചെങ്കിലേ വണ്ടി ഓടുകയുള്ളൂ. ഒരു സെക്കൻഡിൽ സൂര്യനിൽ 40 ടൺ എനർജി കത്തി എരിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്താ ഉള്ളത്? വെട്ടമുള്ളത്. 8 മിനിറ്റ് 14 സെക്കൻഡ് അല്ലേ സൂര്യപ്രകാശം ഇങ്ങനെ വരിക, അതിങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 40 ടൺ അവിടെ മരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ എന്തോ ഉള്ളത്? വെട്ടമുള്ളത്. ഇത് പ്രപഞ്ചത്തിന്റെ തത്വമാണ്, ഒരു മരണം കൂടാതെ. അതുകൊണ്ട് പ്ലാവ് പറയും എനിക്ക് വേണ്ടി ഒരു ചക്കക്കുരു, ബാക്കിയൊന്ന് പൂരിപ്പിക്ക്, മരിച്ചു. ബാക്കി പറയണം. തെങ്ങ് പറയും എനിക്ക് വേണ്ടി ഒരു തേങ്ങ, നിങ്ങൾ മിണ്ടുകയല്ലോ, ഞാനായോണ്ടാന്ന് മിണ്ടാത്ര, എനിക്ക് വേണ്ടി ഒരു തേങ്ങ മരിച്ചു. ഒരു മാവ് പറയും എനിക്ക് വേണ്ടി ഒരു മാങ്ങാണ്ടി മരിച്ചു. ഒരു മരണം കൂടാതെ ഒരു ജീവനില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കുക, യേശു തമ്പുരാൻ ഈ സയൻസ് പണ്ടേ പറഞ്ഞു. ഗോതമ്പ് മണി, ബാക്കി പറ, നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിന് ജീവനില്ല. ഇതാ തെർമോഡൈനാമിക്സ്. എന്തിനാണ് ക്രിസ്തു മരിച്ചത്? ഒരു ജനതയ്ക്ക് വേണ്ടി, ലോകത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി അല്ലേ? അതുകൊണ്ട് ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു? എന്തിനാണ് നിങ്ങൾ മരിച്ചവനെ പൂജിക്കുന്നത്, മരിച്ചവനെ ആരാധിക്കുന്നത്? അവൻ മരിച്ചതാണ് നമ്മുടെ ഭാഗ്യം. യേശു ക്രിസ്തുവിന്റെ മരണമാണ് ജയം. എനിക്ക് അറിയാം, പിള്ളേർക്കറിയാം, എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. പണ്ടും കളിക്കും, ഇപ്പം അവസരം കിട്ടാറില്ല. അച്ഛനും കളിക്കായിരുന്നു, വളരെ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ഒക്കെ ആയിരുന്നു സെമിനാരിയിൽ, എൻ്റെ സീനിയറായിട്ട് എനിക്കറിയാം. ഈ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും എനിക്കറിയാം വീട്ടിൽ പറയാതൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഈ കളിക്കാൻ പോയിട്ട് പിറ്റേന്ന് വരുമ്പോൾ ക്ലാസ്സിൽ ചോദിക്കും, ഇന്നലെ കളിക്കാൻ പോയി, പക്ഷേ എൻ്റെ കളി ചില ദിവസം വളരെ നല്ലതായതുകൊണ്ട് എന്നെ ഇറക്കാറില്ല. മനസ്സിലായി കാണും. എങ്കിലും പിറ്റേന്ന് വരുമ്പം ക്ലാസ്സിലുള്ളവർ ചോദിക്കും, ഇന്നലെ കളിക്കാൻ പോയിട്ട് ആരാണ് ജയിച്ചത്? അപ്പം ഞാൻ പറയും, ഞങ്ങളാ. ഇന്നലെ ഞാൻ ഇറങ്ങിയോ? ഇന്നലെ ഞാൻ കളിക്കാൻ ഇറങ്ങിയോ? ഇല്ല. പക്ഷെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ തെറ്റാണോ ശരിയാണോ? ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? നിങ്ങളൊന്നും മിണ്ടില്ലേ? ആരെങ്കിലും ഒരു ഉത്തരം പറയൂ. തെറ്റാണ്, ശരിയാണ്. എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ ഇറങ്ങിയില്ല, പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞു ഞങ്ങളാണ് ജയിച്ചത്. ഞാൻ പറഞ്ഞിട്ട് ശരിയായത് എന്തുകൊണ്ടാ? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ജയിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവരാണ് ജയം. ഞാൻ കളിക്കണമെന്നില്ല, ഞാൻ ടീമിന്റെ ഭാഗമായിരുന്നു. ജയിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവനാണ് ജയമെങ്കിൽ പാപത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ അവൻ ഒരുവൻ, ഒരേ ഒരുവൻ മാത്രം. അവൻ അനന്യൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ. ആര്? യേശു ക്രിസ്തു. ഇനി പറ, അവൻ മരിച്ചതാണ് ജയം. അവൻ മരിച്ചതിനാൽ മരണത്തിന്മേൽ എന്തു കൊണ്ടുവന്നു? ജയം കൊണ്ടുവന്നു. അതാണ് ഈ വിശുദ്ധവാരത്തിന്റെ കൃപ. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച നിർത്തിയിട്ട് പോരെന്ന് പറയുന്നത്. ഞായറാഴ്ച തീരണം, ഞായറാഴ്ച വരണം, മരണത്തിന്മേൽ ജയം. സഹോദരങ്ങളെ ഓർക്കുക, എന്തുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചു? ചില തോൽവികളൊക്കെ കുരിശിന്റെ വഴിയാ. ക്രൂശിലേക്ക് നോക്കുന്ന ഒരാഴ്ചയാണിത്. ഈ ക്രൂശ് ഏറ്റവും വലിയ സൗഖ്യ കാരണമാണ്. ഈ കൗൺസിലിങ്ങിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് മനഃശാസ്ത്രത്തിൽ, CPA എന്നാണ്. CPA എന്നാണ്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നുമില്ല പറയുന്നത്. CPA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു പ്രയാസം വരുമ്പോൾ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ പ്രയാസം ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോൾ
മറ്റൊരു സന്തോഷമായിട്ട് കമ്പയർ ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ സന്തോഷം കൂടും, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ വലത്തെ കാല് വയ്യ, കുഴമ്പും തേച്ചോണ്ട് സിറ്റ് ഔട്ടിലിരിക്കുന്നു. സമയം രാവിലെ 8:30. അയ്യോ വയ്യേ എന്ന് പറഞ്ഞിരിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചട്ടയും മുണ്ടുവിട്ടൊരു അമ്മച്ചി ദേ വരുന്നു. അവർ വരുന്നത് തന്നെ ഗേറ്റ് കിടന്ന് 8:10 എന്ന് പറഞ്ഞ് ആണ് വരിക. അപ്പോൾ ആ സ്ത്രീ വന്ന് വല്ല ചാലും ഈ സിറ്റ് ഔട്ടിൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് ഈ ഒരു കാലെ കുഴമ്പിട്ടുകൊണ്ടിരുന്ന സാധനത്തോട് പറയുകയാണ്, എടി എൻ്റെ 2 കാല് ഒരാഴ്ചയായിട്ട് വയ്യ. ഇനി നിങ്ങൾ പറ, ഈ ഒരു കാല് വയ്യാത്ത ഐറ്റത്തിൻ്റെ വേദന കുറഞ്ഞോ കൂടിയോ? പറ. എന്തുകൊണ്ട്? ഈ വന്ന ഇനത്തിന് എത്ര കാല് വയ്യ? അത്രയേ ഉള്ളൂ. ഇനി കറക്റ്റ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ വീട്ടിൽ ഇന്ന് രാത്രി 9:30 കറണ്ട് പോകുന്നു. ഇപ്പം ഇലക്ഷൻ ആയിട്ട് പോവുകയല്ല, എങ്കിലും കറണ്ട് പോകുന്നു. നമ്മുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പെട്ടെന്ന് വാതിൽ തുറന്ന് തല പുറത്തിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയിട്ട് പെട്ടെന്ന് പറയാണ്, പപ്പ മൊത്തത്തിൽ പോയതാ. നമുക്ക് സന്തോഷം വന്നോ ദുഃഖം വന്നോ? സത്യമേ പറയാവൂ. എന്തുകൊണ്ട്? മൊത്തത്തിൽ പോയി. ഇനി നമുക്ക് മാത്രമേ പോയുള്ളെങ്കിലോ? നമ്മൾ കൊളക്കട KSEBയിലെ നമ്പർ കിട്ടിയില്ലെങ്കിൽ മൂലമറ്റത്തെ നമ്പർ തപ്പി വിളിക്കും, അന്ന് തന്നെ വിളിക്കും. ഇനി മൊത്തത്തിൽ പോയതാണെങ്കിലോ? ഇന്നിനി വന്നില്ലേലും കുഴപ്പമില്ല, വെന്ത അത്താഴം വാരി കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങും. ഇതാണ് CPA. ജീവിതത്തിലൊരു വേദന വരുമ്പോൾ അതിലും വേദനയുള്ള ഒന്നിലേക്ക് നോക്കിയാൽ അതിനാണ് ക്രൂശ് പാതി നോമ്പിൻ്റെ അന്ന് അവിടെ വച്ചത്. ഏത് വഴി വന്നാലും നോക്കണം. പിന്നെ ദാ ഇവിടെ വെച്ചു. കാരണം നമ്മൾ അങ്ങോട്ട് നോക്കിക്കേ, നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വേദന കാണും. എനിക്കും ഉണ്ട് വേദന. നമ്മുടെ വേദന എന്താ? അതൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ വേദന നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ ആരെങ്കിലും? ആ വേദനയാണോ? അവിടേക്ക് നോക്ക്. ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ചവൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. വീട്ടുകാർ വിളിച്ചത് ഭ്രാന്തൻ എന്നാണ്. അത്രയൊന്നും നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വേദന കുറയണം. CPA. നമുക്ക് കടഭാരമുണ്ടോ? ഏതെങ്കിലും ബാങ്കിൽ അടയ്ക്കാൻ കടം കിടപ്പുണ്ടോ? ഉറക്കം വരുന്നില്ല. നോക്ക്, കടമെടുത്ത കഴുതയും കടമെടുത്ത കരമടയ്ക്കാനുള്ള കാശും കടമെടുത്ത കല്ലറയും കടമെടുത്ത കാലിത്തൊഴുത്തും മൊത്തത്തിൽ കടം. അത്രയും കടമില്ലല്ലോ. CPA. നമുക്ക് ദാഹമുണ്ടോ? അന്നം മുട്ടിയിട്ടില്ലല്ലോ. അങ്ങോട്ട് നോക്ക്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുള്ളി കിട്ടാത്തവൻ അവിടെ കിടപ്പുണ്ട്. രോഗമുണ്ടോ? രോഗം ശീലിച്ചവൻ അവിടെ കിടപ്പുണ്ട്. 47ാമത്തെ വയസ്സിലല്ലേ ഡയബറ്റിസ് വന്നത്? 33 പോയ ആൾ അവിടെ കിടക്കുക. CPA. ഏത് വേദനയാണോ ഇപ്പൊ എന്നെ കേൾക്കുന്നവരുടെ ചങ്കിനകത്തിരിക്കുന്നത്, അത് പറിച്ചു വലത്തെ കൈവച്ചിട്ട് ലുക്ക് അറ്റ് ദ ക്രോസ്. നമ്മുടെ വേദന നിശ്ചയമായും കുറയും. അത് കടഭാരമാകാം, തെറ്റിദ്ധാരണയാകാം, മുൻവിധിയാകാം, രോഗമാകാം, തിരസ്കാരമാകാം, അവഗണനയാകാം, എന്തുമാകാം. ഞാനിന്ന് നിങ്ങളോട് ചലഞ്ച് ചെയ്യുകയാണ്. ഇപ്പോഴെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ക്രൂശിലേക്ക് നോക്കി സ്വന്തം വേദന അങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആ വേദനയെ അതിലും ആഴത്തിൽ കാണാൻ ലോകത്തൊരേ ഒരിടം മാത്രമേ ഉള്ളൂ. അത് കാൽവറിയിലെ ക്രൂശ് മാത്രമാണ്. അതുകൊണ്ട് കുരിശ് തോൽവിയുടെ അടയാളമല്ല, ജയത്തിൻ്റെ അടയാളമാണ്. നമ്മെ സൗഖ്യപ്പെടുത്തുക. അതുകൊണ്ടാണ് നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്രൂശ് അവിടെ വെച്ചിരിക്കുന്നത്. അതിനകത്തൊന്ന് ആഴമായി നോക്കിയിട്ട് ഈ ബൈബിളിൽ നമുക്ക് ഈ വേദപുസ്തകം തന്നെ ഒരു CPA ആണ്. എന്നെ നാടുകടത്തട്ടെ തുണയ്ക്കു കർത്താവുണ്ടങ്ങ് എന്ന് പറഞ്ഞാൽ പേറ്റുവായിൽ നിന്ന് നാട് കടത്തപ്പെട്ടവനാണ് കർത്താവ്. എത്രയോ ഓടിപ്പോകേണ്ടി വന്നവനാണ് കർത്താവ്. നമ്മളെ ഓടിച്ചു വിട്ടാൽ കർത്താവിലേക്ക് നോക്ക്. വാളാൽ എന്നെ കീറട്ടെ എനിക്കു താങ്ങുണ്ടേശായ. ഈ പുസ്തകത്തിലുണ്ട്. ഈർച്ചവാളാൽ കൊല്ലപ്പെട്ടു. ആഴിയിലേക്കെറിയട്ടെന്നെ യോനാ നിബിയുണ്ടൻ മുൻപിൽ. വെള്ളത്തിൽ വീണാൽ ഓർക്കാൻ യോനാ. അത്രയും വലിയ വെള്ളത്തിലൊന്നും നമ്മൾ വീണിട്ടില്ല. കല്ലടയാറ്റിൽ തിമിംഗലവുമില്ല. സിംഹക്കുഴിയിൽ തള്ളട്ടെ ദാനിയേലന്നാശ്വാസം. ജീവിതത്തിൻ്റെ
കാട്ടുമൃഗങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടാൽ ദാനിയേലിനെ നോക്കിയാൽ മതി. തീച്ചൂളയിലേക്കെറിയട്ടെന്നെ, ആ പൈതങ്ങളെ ഞാനോർക്കും. ദാനിയേല് അല്ലേ? തീച്ചൂളയിൽ വീണാൽ വെന്തു പോകുമ്പോൾ ഓർക്കണം, വാളാലൻ തല വീഴട്ടെ, സ്നാപകയോഹന്നാൻ മുൻപിൽ. ഇതൊക്കെ ഈ കറുത്ത ബയൻഡിട്ട പുസ്തകത്തിലുണ്ട്. കല്ലേറാൽ കൊല്ലട്ടെന്നെ, സ്തേഫാനോസുണ്ടരികിൽ. നമ്മളെക്കാൾ കല്ലേറ് കിട്ടിയിട്ടുണ്ട്. ആ പാട്ട് മെമ്മറ അവസാനിക്കുമ്പോൾ, ഞാനിവിടത്തി വെറും കയ്യാൽ പോകും തിരികെ വെറും കയ്യായി. ഈ പുസ്തകം അതിനകത്തുണ്ട് ഓരോ വേദനയ്ക്കും ഉത്തരം. ഈ പാട്ടതാ പറയുക. നമ്മുടെ ഈ പുതിയ പാട്ടൊന്നും പാടിയാൽ, ഇളകത്തുള്ളുന്ന പാട്ടൊന്നും പാടിയാൽ ഈ സൗഖ്യം കിട്ടുകയല്ല. പിതാക്കന്മാർ തന്നിരിക്കുന്ന മെമ്പ്രാകൾക്കകത്ത് സൗഖ്യമാ, ഈ കുരിശിനകത്ത് സൗഖ്യമാ, ഈ ഞാനീ പാടി ഈരടികൾക്കകത്ത് സൗഖ്യമാ. CPA, കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് കുരിശ് പഠിപ്പിക്കുക. ക്രോസ് ടീച്ചസ് അബൌട്ട് ദ ഡിസൈൻമെന്റ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ആഴമെന്ത്, ഉയരമെന്ത്, നീളമെന്ത്, അതിനെക്കുറിച്ചൊക്കെ കുരിശ് പഠിപ്പിക്കുക. ഒരു ചിന്തയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ക്രൂശിന്റെ വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത സൗഹൃദങ്ങൾ തുണയ്ക്കാത്ത വഴി. ക്രൂശിന്റെ വഴിയുടെ രണ്ടാമത്തെ പ്രത്യേകത അകാരണമായ സഹനങ്ങളുടെ വഴി. ആർക്കോ വേണ്ടിയൊക്കെ സഹിക്കുന്ന ജീവിതങ്ങൾ ക്രൂശിന്റെ വഴിയില്ല. 3, ക്രൂശിന്റെ വഴിയുടെ മൂന്നാമത്തെ പ്രത്യേകത ആശ്വാസം ഇടക്കാലത്തേക്കു മാത്രമാകുന്ന വഴി. The way of momentary comfortness. ആശ്വാസം ഇടക്കാലത്തേക്ക് മാത്രം. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഉത്തരം പറയണം. കാൽവറിയിലേക്ക് കുരിശും കൊണ്ടുപോയപ്പോ കുരിശ് ആദ്യം ആരുടെ തോളയില? ഉറക്കെ പറഞ്ഞോ. യേശു കർത്താവിൻ്റെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുരിശ് ആരുടെ തോളയിലായി? മുമ്പേ ആളുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നു. ഏത് ശീമോൻ? പുള്ളിക്കൊരു അഡ്രസ് ഉണ്ട്. ഏത്? കുറേനക്കാരൻ ശീമോൻ. പോട്ടെ. ഇനി പിന്നെയും കഴിഞ്ഞു. കാൽവറി ചെന്നപ്പോ വീണ്ടും ഈ കുരിശ് മുഴുവനായി ആർക്ക് കിട്ടി? യേശു കർത്താവിന്. ക്രൂശിന്റെ വഴിയുടെ പ്രത്യേകത ആശ്വാസം ഇടക്കാലത്തേക്ക് മാത്രം. എന്ന് പറഞ്ഞാൽ ആദ്യം കുരിശ്, ഇടയ്ക്കൊരാശ്വാസം. കർത്താവ് നെടുവേർപ്പെട്ടു, ഇതങ്ങ് പോയല്ലോ എന്നിട്ട് കർത്താവ് ചിന്തിച്ചു കാണില്ല, ഞാൻ തെറ്റാ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം. എന്നാൽ അതും കഴിഞ്ഞ് മേളിൽ ചെന്നപ്പോൾ വീണ്ടും മുമ്പേ ഇരുന്നതിനേക്കാൾ ഇരട്ടി ഭാരം മുഴുവനായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു. ജീവിതത്തിലും ഇങ്ങനില്ലേ? അതിന് തനി മലയാളത്തിൽ പറയും, ഒന്നു മാറി ഒന്നു മാറി പറയാറില്ലേ? ഉണ്ടെങ്കിൽ ആ വഴിയുടെ പേരാണ് ക്രൂശിന്റെ വഴി. ചില ജീവിതങ്ങൾ ഇങ്ങനെയാ, ചങ്ങല പോലെയാ, ഉത്തരവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവമേ വൈ മീ? എനിക്കെന്തുകൊണ്ട്? ചില ജീവിതങ്ങളെ നോക്കൂ, ഒന്ന് മാറി ഒന്ന് മാറി പുറകെ 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 ദുരന്തങ്ങളാ. ഈ ഉത്തരം എങ്ങൊന്നും കിട്ടില്ല. ഒറ്റ ഉത്തരവേ ഉള്ളത്, ക്രൂശിന്റെ വഴി തന്നെയാ. ആശ്വാസം ഇടക്കാലത്തേക്കാ എന്ന് പറഞ്ഞ് നമുക്ക് സുഖം കിട്ടുന്നത് നമ്മുടെ അനുഗ്രഹമൊന്നുമല്ല കേട്ടോ. നമ്മുടെ നന്മ കൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന നന്മയെങ്കിൽ 33 വയസ്സിന്റെ മുകളിലുള്ളവരെല്ലാം കർത്താവിനേക്കാൾ നീതിമാന്മാരാകണമല്ലോ? അതല്ല, ചില നിശ്ചയങ്ങളാണ്. ഈ നിശ്ചയങ്ങൾക്ക് ഉത്തരമില്ല. എന്തുകൊണ്ട്? എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്നൊന്നും ശഠിക്കരുത്. എല്ലാത്തിനും ഉത്തരം തരത്തില്ല ദൈവം. ചിലതിന് ഉത്തരവില്ല. ആ ഉത്തരമില്ലായ്മയാണ് ദൈവത്തിന്റെ ഉണ്മ എന്ന് പറയുക. നമ്മളിപ്പോ ദൈവത്തെ പിടുത്തം കിട്ടിയെന്ന് പറഞ്ഞ് നടക്കാനും നോക്കില്ല. UKG പഠിക്കുന്ന കൊച്ചിനെ പിടുത്തം കിട്ടിയിട്ടില്ല, പിന്നല്ല ദൈവത്തെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചിലതിന് ഉത്തരവില്ല. ആശ്വാസം ഇടക്കാലത്തേക്ക് മാത്രം. നവോമിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചേ. ആദ്യം ഭർത്താവ് മരിച്ചു, പിന്നെ മൂത്തമ്മ മരിച്ചു, പിന്നെ ഇളയമ്മ മരിച്ചു. ആ വീട്ടിൽ മരണങ്ങൾ പെരുമഴ പോലെ. എന്നിട്ട് നവോമി പറയുന്നത് സർവശക്തൻ. ആ വാക്കാ, സർവശക്തൻ എന്നോട് കൈപ്പായുള്ളത് പ്രവർത്തിച്ചു. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് വെറുതെ സർവശക്തൻ എന്ന് എഴുതിയതല്ല. എൻ്റെ ജീവിതത്തിന്റെ വേദനകളുടെ മേൽ അധികാരമുള്ളവൻ സർവശക്തൻ. സർവശക്തൻ എന്തുകൊണ്ടെന്നൊരു ഉത്തരമില്ല.
ഇയ്യോബ്, പിള്ളേരെല്ലാം പോയില്ലേ, ഒരെണ്ണത്തിന് മെഴുകുതിരി എത്തിക്കാൻ വെച്ചിരുന്നിട്ടില്ല, എല്ലാം പോയി. ജീവിതത്തിൽ ഇങ്ങനെ സോറിയാസിന്റെ മൂത്ത ഇനമൊക്കെ വന്ന് ചോറി വന്നിട്ട് മാന്തിക്കൊണ്ടിരിക്കുക, എല്ലാം ചങ്ങല പോലെ വരിക. എന്തുകൊണ്ട്? ഉത്തരം അവിടെ ഇല്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ 26 കൂട്ടം പ്രതിസന്ധി ജീവിതത്തിൽ വന്ന ആളാണെന്ന് പറയുക. കഷ്ടത, നഗ്നത, ആപത്ത്, പട്ടിണി, ഉപദ്രവം, വാള്, എല്ലാം ഉണ്ട്, കപ്പൽ ചെയ്ത് എല്ലാം ഉണ്ട്. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ TJ ജോഷുവ അച്ഛൻ നിങ്ങൾ കാണുകയും വായിക്കുകയും ഞായറാഴ്ചകളിലെ മലയാള മനോരമയിലെ ചിന്താവിഷയം ഒക്കെ നമ്മൾ വായിക്കുന്നതാ. എത്ര തവണയാണ് ക്യാൻസർ വന്നത്? ഒത്തിരി തവണ വന്നു. നാക്കിൽ വന്നു, ശരീരത്തിൽ പലതവണ ക്യാൻസർ വന്നു. കൊച്ചമ്മ അപകടത്തിൽ മരിച്ചു. ദുരന്തങ്ങളോട് ദുരന്തങ്ങൾ. പക്ഷെ വലിയൊരു തിളക്കമുള്ള വ്യക്തിത്വം. ഉത്തരമില്ല എന്തുകൊണ്ട്? ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ഈ മലയാളത്തിൽ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, ജോൺസൺ മാഷ്. അദ്ദേഹം മരിച്ചുപോയത് ഒരു തലവേദനയിൽ പെട്ടെന്നാണ്. ഈ അപ്പൻ മരിച്ചിട്ട്, മനോഹരമായ പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച ആളാണ്. അപ്പൻ മരിച്ചിട്ട് വർഷം 1 കഴിഞ്ഞില്ല, മകൻ ഒരു ബൈക്ക് അപകടത്തിൽ മരിക്കുന്നുണ്ട്. ഭാര്യ റാണി ജോൺസൺ, ആ സ്ത്രീ പറയുന്നുണ്ട്, അപ്പൻ്റെ ശവപ്പെട്ടിയുടെ മൂടി പൊളിഞ്ഞിരുന്നില്ല, അവിടേക്കാണ് എൻ്റെ ചെറുപ്പക്കാരൻ മോനെ വെച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് 1 വർഷമോ 2 വർഷമോ തികഞ്ഞിട്ടുണ്ടാവും തോന്നില്ല, മകള് അവളുടെ കല്യാണം ഉറച്ചിരിക്കുന്നു. അവൾ ആദ്യമായി പാടിയൊരു പാട്ട് പുറത്തിറങ്ങാനിരിക്കുന്നു. അവളൊരു രാത്രി കിടക്കയിൽ മരിച്ചുപോയി, കാർഡിയാക് അറസ്റ്റ്. ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഒരു ദൈവത്തെ തള്ളി പറഞ്ഞില്ല, കൂടുതൽ ദൈവത്തിങ്കിലേക്ക് വന്നു. അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, വേദപുസ്തകത്തിലെ ഒത്ത നടുക്കുള്ള വാക്യമാണ് എൻ്റെ ബലം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതല്ല. ആ സ്ത്രീ പറയുക, റാണി ജോൺസൺ പറയുക, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു എൻ്റെ ഭർത്താവ്. എൻ്റെ വീട്ടിലെ 3 പേരും പോയി, ഞാൻ ഒറ്റയ്ക്കായി. പക്ഷെ ഞാനിന്ന് സർവശക്തനായ ദൈവത്തെ രുചിച്ചറിഞ്ഞു. എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആ സ്ത്രീ പറഞ്ഞ വാക്കിപ്പോഴും എൻ്റെ ചെവിയിലിരിപ്പുണ്ട്. അപ്പൻ്റെ നെഞ്ചിലേക്കാണ് എൻ്റെ മകനെ വെച്ചു കൊടുത്തത്. മരിച്ചിട്ട് അധിക നാളായിരുന്നില്ല. 118 സങ്കീർത്തനം 10 വാക്യം ഒരു സാക്ഷ്യമായി പറയുന്നു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഒത്തിരി പാട്ടുകൾ നമ്മൾ പാടും. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ, പേഴ്സണൽ ഡയറിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പേജിൽ, എനിക്കുള്ള 8 കൂട്ടം സൂക്കേടുകളും എൻ്റെ ദൈവം എനിക്ക് സുഖപ്പെടുത്തി തരും, ഓരോന്നായി സുഖപ്പെടുത്തി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? 8 തരത്തിലുള്ള രോഗമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുകയാണ്, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, എനിക്കുള്ള 8 കൂട്ടം സൂക്കേടുകളെയും ഓരോന്നായി സുഖപ്പെടുത്തി തരാൻ എൻ്റെ ദൈവം തിരുമനസ്സാകും. എന്നിട്ട് അദ്ദേഹം അടുത്ത പേജിൽ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാധി പൂണ്ടു ഖേദിപ്പാൻ സാധു. ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. CS മാത്യു എന്ന് പറയുന്ന ഒരു സുവിശേഷകനാണ്. 8 ആൺമക്കളുണ്ട്. 8 ആൺമക്കളും മരിച്ചു ഈ അപ്പൻ ജീവിച്ചിരിക്കുമ്പം. ആ മനുഷ്യൻ എഴുതിയ പാട്ടാണ്, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഇതെനിക്ക് പാടാൻ വളരെ ഈസിയാണ്, നമുക്ക് പാടാൻ എളുപ്പമാണ്. ആൺമക്കളെ മുഴുവൻ തിരികെ എടുത്തൊരു തമ്പുരാന്റെ ചാരത്തിരുന്ന പാടുക, ഇത്ര ക്രൂരനായൊരു ദൈവമോ എന്ന് ചോദിക്കേണ്ട സ്ഥാനത്താ പാടുക, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ. നമ്മളിങ്ങനെ പാടാൻ അല്ല എളുപ്പമാണ്, പക്ഷെ വേദനയുടെ നീർച്ചുഴിയിൽ. മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ഒരു പാട്ടുകാരനുണ്ട്. ഏകമകൻ 10ാമത്തെ വയസ്സിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു. പാമ്പ് കടിയേറ്റ് മരിച്ച ഈ കുഞ്ഞിനെ പെട്ടിയിൽ കിടത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പം ഈ മനുഷ്യന് ദൈവം കൊടുത്ത പാട്ട്, അന്ന് ആദ്യമായി പാടി ലോകത്തിന് കിട്ടിയ പാട്ടാ. വർഷം ഒരുപാട് 100-നപ്പുറം കഴിഞ്ഞു.
10 വയസ്സുള്ള മകനെ കാട്ടാക്കട വെച്ച് പാമ്പ് കടിച്ച് പെട്ടിയിലെടുക്കുമ്പോൾ പാടി, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട്. നമ്മളീ പാട്ട് പാടുന്ന എപ്പോഴാ? കല്യാണത്തിന് പ്രാർത്ഥിച്ചിറക്കാൻ നേരം, കൊച്ചിനെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകാൻ നേരമാണ്. സന്തോഷവേളകൾ ആനന്ദകരമാക്കാൻ നിന്റെ ഹിതം. വേദനയുടെ നീർച്ചുഴിയിൽ ഒരു മനുഷ്യൻ എഴുതി വെച്ചതാണ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ആശ്വാസം ഇടക്കാലത്തേക്ക് മാത്രമാകുന്ന ജീവിതത്തിന്റെ വഴികളിൽ ഞാൻ ആദ്യം പറഞ്ഞ ECG മോണിറ്റർ പോലെ വസിഷ്ഠോപദേശത്തിൽ എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട്, തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്ര കളത്രാദി വസ്തുന വേർപെടുന്നേരം ദുഃഖമില്ലേതുമേ. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്ര കളത്രാദി വസ്തുന വേർപെടുന്നേരം ദുഃഖമില്ലേതുമേ. പറയാൻ എളുപ്പമാണ്. ഒരു ജീവി ജനിക്കുകിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ടതിന് മൃത്യുകാലം. ഒരു ലേശമൊന്നു മാറ്റിവെക്കാൻ എളുതാർക്കും മനുഷ്യയത്നം വിഫലം. ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഈ ചിന്തയ്ക്ക് അവസാനമിടുകയാണ്. ലോകത്ത് നമുക്കെല്ലാം എന്തോ ഉണ്ട്? ഹൃദയമുണ്ട് അല്ലേ? ബൈപ്പാസ് സർജറി കണ്ടുപിടിച്ചത് ആരാ? PSC ഒക്കെ എഴുതാനിരിക്കുന്ന പിള്ളേരാണ്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ആരോ പറഞ്ഞു, സന്തോഷം. ഇന്ന് ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് കൃത്യമായി നാഴികക്കല്ലുണ്ടാക്കിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിന്റെ കണ്ടുപിടുത്തമാണ്. ഈ മനുഷ്യൻ മരിച്ചത് എങ്ങനെയെന്നറിയാം? നിങ്ങൾ ഊഹിക്കുന്ന സാധനമാണ്. പറയൂ, അറ്റാക്ക്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യം, ഒരു ലേശമൊന്നു മാറ്റിവെക്കാൻ എളുതാർക്കും മനുഷ്യയത്നം വിഫലം. ഒരു ജീവി ജനിക്കുകിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ടതിന് മൃത്യുകാലം. ക്രൂശിന്റെ വഴി. ഒന്നാമത്തെ പ്രത്യേകത എന്താ? സൗഹൃദങ്ങൾ തുണയ്ക്കാത്ത വഴി. ഒരു കുറേനക്കാരൻ ശീമോനെ വേണം. വിളിച്ചിട്ട് വരുന്നവനല്ല, അയച്ചിട്ട് വരുന്നവൻ. 2, അകാരണമായ സഹനങ്ങളുടെ വഴി. കാരണമില്ലാത്ത ദുഃഖിക്കേണ്ടി വരുമ്പോ. 3, പോയല്ലോ. 3, ആശ്വാസം ഇടക്കാലത്തേക്ക് മാത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നർത്ഥമുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ദൈവമേ, ഇന്നു രാത്രി ആ ക്രൂശിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ക്രൂശിൻ്റെ വഴിയുടെ ഗന്ധമുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ക്രൂശിൻ്റെ വഴിയിലാണ്. വേദനയും സങ്കടവും മാറി മാറി ജീവിതത്തിലേക്ക് വിരുന്നു വരുമ്പോൾ, എൻ്റെ ദൈവമേ, കാൽവരി ക്രൂശിൻ്റെ പിറകിലെ ഒന്ന് നോക്കാൻ തക്കവണ്ണം ആ ക്രൂശിലേക്ക് നോക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അടിയങ്ങളോട് കരുണ തോന്നണമേ. ബലഹീനതയുള്ള ഞങ്ങളുടെ മാനുഷിക സ്വഭാവത്തിന്മേൽ കൃപ പെരുകണമേ. ഇന്ന് രാത്രി കൃപയിലായിരിക്കാനിടയാകണമേ. ഈ ദിവസങ്ങൾ വിശുദ്ധിയോടെ ആയിരിക്കാനും മഹത്വത്തിൻ്റെ പെസഹായിലും ജയത്തിൻ്റെ ഉയർപ്പിലും പങ്കാളിയാകുവാൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റ കർത്താവേ, അവിടുത്തെ മുൻപിൽ എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവാണ് ഞങ്ങളുടെ ഭാഗ്യം. ആ ക്രൂശിൻ്റെ ചാരം ഞങ്ങൾ അണയുന്നു. സൗഖ്യപ്പെടുത്തണമേ, കൃപ നിർത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.